കത്തോലിക്ക സഭയിൽ മെയ് മാസം മാതാവിനായി സമർപ്പിച്ചിരിക്കുന്ന മാസമാണ്. ഈ പുണ്യമാസത്തിൽ നമ്മുടെ ചുറ്റുമുള്ള പല പുഷ്പങ്ങളും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തെയും സ്വഭാവ മഹിമയും അടയാളപ്പെടുത്താറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കായി 12 പുഷ്പങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് റോസാപ്പൂവ്. ദിവ്യരഹസ്യത്തിന്റെ റോസാപ്പൂവ് എന്ന് വിളിക്കുന്നു. ജപമാലയുടെ പ്രതീകമായ ഈ പൂക്കളിൽ വെളുത്ത റോസ അമ്മയുടെ സന്തോഷത്തെയും ചുവപ്പ് വ്യാകുലങ്ങളെയും മഞ്ഞ റോസ അമ്മയുടെ സ്വർഗീയ മഹിമയെയും പ്രതിനിധീകരിക്കുന്നു. രണ്ടാമത്തേതാണ് ലില്ലി. അമ്മയുടെ നിർമ്മലതയുടെയും അമലോത്ഭവത്തിന്റെയും പ്രതീകമാണിത്. ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുമ്പോൾ ലില്ലിപ്പൂക്കൾ നൽകിയതായാണ് ചിത്രീകരിക്കാറുള്ളത്. മൂന്നാമത്തേതാണ് മേരിഗോൾഡ് അഥവാ ചെണ്ടുമല്ലി. മേരീസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഈ പൂവ് മറിയത്തിന്റെ സ്വർഗീയ രാജ്ഞിപദത്തെ സൂചിപ്പിക്കുന്നു. നാലാമത്തേതാണ് മോർണിംഗ് ഗ്ലോറി അഥവാ തെലേരി. പ്രഭാതത്തിൽ വിരിയുന്ന ഈ പൂക്കളെ അവർ ലേഡി ഓഫ് മാന്റിൽ എന്നാണ് വിളിക്കുന്നത്. ഇത് രക്ഷയുടെ പുത്തൻ പ്രഭാവത്തെ അടയാളപ്പെടുത്തുന്നു. അഞ്ചാമത്തെയാണ് ഐറിസ്. വാളുപോലെയുള്ള ഇലകളുള്ള ഈ പൂവ് മറിയത്തിന്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറിയ 7 വ്യാകുലങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആറാമത്തെയാണ് കൊളംബൈൻ. എലിസബത്തിനെ സന്ദർശിക്കാൻ മറിയം പോയ വഴിയിൽ അമ്മയുടെ പാദങ്ങൾ സ്പർശിച്ചിടത്തെല്ലാം ഈ പൂക്കൾ വിരിഞ്ഞുവെന്നാണ് ഐതിഹ്യം. അതിനാൽ ഇതിനെ അമ്മയുടെ പാദരക്ഷ എന്ന് വിളിക്കുന്നു. ഏഴാമത്തേതാണ് ലില്ലി ഓഫ് ദ വാലി. കുരിശിൻ ചുവട്ടിൽ മറിയം ഒഴുക്കിയ കണ്ണുനീർ വീണ മണ്ണിൽ നിന്നാണ് ഈ പൂക്കൾ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ വിനയത്തെ സൂചിപ്പിക്കുന്നു. എട്ടാമത്തേതാണ് ബേബി ബ്രത്ത്. ഈ പൂക്കളുടെ നൈർമല്യം പരിശുദ്ധ അമ്മയുടെ സൗമ്യതയും കുലീനതയും വിളിച്ചോതുന്നു. ഒൻപതാമത്തെയാണ് ടുലിപ്പ്. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ടുലിപ്പ് പൂക്കൾ ദൈവകൃപയാൽ നിറയപ്പെട്ട അമ്മയുടെ നിർമ്മലമായ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. പത്താമത്തെയാണ് വയലറ്റ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തിയ അമ്മയുടെ വിനയത്തിന്റെ പ്രതീകമാണിത്. 11മത്തെയാണ് റോസ്മേരി. ഉണ്ണീശോയുടെ വസ്ത്രങ്ങൾ ഉണക്കാൻ മറിയം വിരിച്ചിട്ടപ്പോൾ വെളുത്ത പൂക്കൾ നീല നിറമായെന്നാണ് പാരമ്പര്യം പറയുന്നത്. ഇത് റോസ് ഓഫ് മേരി എന്നും അറിയപ്പെടുന്നു. 12മത്തെയാണ് പെറ്റൂണിയ. ഇതിനെ അമ്മയുടെ സ്തുതിപ്പുകൾ എന്നും വിളിക്കുന്നു. മറിയം ദൈവത്തെ സ്തുതിച്ചു പാടിയതിന്റെ പ്രതീകമാണിത്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സൂചകമായി വീട്ടുമുറ്റങ്ങളിൽ ഈ പുഷ്പങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഓരോ പൂവും കാണുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടാനും ജപമാല ചൊല്ലുവാനും നമുക്ക് സാധിക്കട്ടെ.